അപ്പോൾ സ്വാഭാവികമായി CEC ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ കൺസെൻറ്റ് മേടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കാലത്തെ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഓരോ ചാനലുകൾ ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. CEC പാസ്സാക്കിയ ലിസ്റ്റ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ സ്വാഭാവികമായി CEC ഒരു ലിസ്റ്റ് പാസ്സാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ലിസ്റ്റ് റിവോക്ക് ചെയ്യണമെങ്കിലോ റീഓപ്പൺ ചെയ്യണമെങ്കിലോ അവരുടെയും കൂടെ ഒരു പെർമിഷൻ വേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. ഇതിനകത്തൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിൻ്റെ പരമോന്നതനായ നേതാവെന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ആധികാരിക പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റിന് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പെനട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വിദ്യയൊന്നും എൻ്റെ കയ്യിലില്ല. നമസ്കാരം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് തൊട്ട് മുന്നിൽ നിൽക്കുന്ന സാഹചര്യം പടിവാതിൽക്കൽ എത്തി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. ഇപ്പോഴും കോൺഗ്രസിനകത്തെ സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായിട്ടില്ല എന്ന് പറയുമ്പോൾ പൂർത്തിയായ സീറ്റുകളിലെല്ലാം പലതിലും വിവാദമായി നിലനിൽക്കുന്ന സാഹചര്യമാണ് കാണുന്നത്. എന്നാൽ മറ്റു പല മുന്നണികളും സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് അവരുടെ പ്രചരണ പരിപാടികൾ, റോഡ് ഷോ ഉൾപ്പെടെയുള്ള പരിപാടികളുമായി ഏറെ ദൂരം പലരും മുന്നോട്ട് പോയിരിക്കുന്നു. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ ഏറ്റവും കൂടുതൽ പാരമ്പര്യമുള്ള പാർട്ടി എന്ന് ഇന്ത്യയിൽ വിശേഷിപ്പിക്കപ്പെടുന്ന സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപേ രൂപം കൊണ്ട ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ കേരളത്തിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇപ്പോഴും സ്ഥാനാർത്ഥികളെ നിർണയിക്കാൻ സാധിച്ചിട്ടില്ല. പലയിടങ്ങളിലും സ്ഥാനാർത്ഥി നിർണയം കീറാമുട്ടിയായി നിൽക്കുന്നു. ഈ സന്ദർഭത്തിൽ തന്നെയാണ് കണ്ണൂരിലെ മുതിർന്ന നേതാവായ കെ സുധാകരൻ, നിലവിൽ അദ്ദേഹം MP ആണ്, അദ്ദേഹത്തിന് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കണം എന്ന പിടിവാശി ഉണ്ടാകുന്നു. പിന്നീട് ആ വിഷയം ഹൈക്കമാൻഡിന്റെ മുന്നിലെത്തുന്നു. ഹൈക്കമാൻഡും ആ വിഷയത്തിൽ ഒരു തീരുമാനമെടുക്കാതെ നിൽക്കുന്നു. പിന്നീട് AK ആന്റണിയെ പോലുള്ള മുതിർന്ന നേതാക്കൾ ഇടപെട്ട് സംസാരിച്ച് ഹൈക്കമാൻഡ് സമവായത്തിലെത്തുന്നു. കെ സുധാകരന് കണ്ണൂരിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കോൺഗ്രസ് ഹൈക്കമാൻഡ് അനുമതി കൊടുക്കുന്നു എന്നൊക്കെയുള്ള വാർത്തകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ കേൾക്കുന്നതും കാണുന്നതുമായ വാർത്തകളെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ് എന്നാണ് കാസർഗോഡ് MP ആയ രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ തുറന്നു പറഞ്ഞത്. കാരണം ഹൈക്കമാൻഡും കോൺഗ്രസിന്റെ കേരളത്തിലെ KPCC ഉൾപ്പെടെയുള്ള പ്രവർത്തക സമിതി അംഗങ്ങൾ ഒരുമിച്ചിരുന്ന് രാത്രി 2 മണി 3 മണി വരെ ഇരുന്ന് തീരുമാനമെടുത്ത ഒരു ലിസ്റ്റിൽ പിന്നീട് അതിന് ഏതെങ്കിലും തരത്തിൽ മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ പ്രായോഗികമായ പല ബുദ്ധിമുട്ടുകളുമുണ്ട്. ഈ നേതാക്കളെല്ലാം, അതായത് KPCC പ്രസിഡന്റും പ്രതിപക്ഷ നേതാവായ VD സതീശൻ ഉൾപ്പെടെയുള്ള ആളുകൾ ഡൽഹിയിൽ നിന്നും കേരളത്തിലേക്ക് തിരിച്ചു പോയിരിക്കുന്നു. ആ സന്ദർഭത്തിലാണ് പിന്നീട് അവർ തീരുമാനമെടുത്ത് ലിസ്റ്റാക്കി വെച്ച ആ ഒരു പട്ടികയിൽ നിന്നും വീണ്ടും മാറ്റം വരുത്തുന്നു. കെ സുധാകരന് കണ്ണൂരിൽ മത്സരിക്കാൻ അവസരം കൊടുക്കുന്നു, കോൺഗ്രസ് പ്രസിഡന്റിന്റെ തീരുമാനം വരുന്നു എന്നൊക്കെ മാധ്യമങ്ങൾ വഴി അറിയുമ്പോൾ അത് അഭ്യൂഹങ്ങളാവാനേ സാധ്യതയുള്ളൂ. അതിലൊന്നും വിശ്വാസയോഗ്യമായ ഒരു തരിമ്പും ഇല്ല എന്ന് തന്നെയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. മാത്രമല്ല, കോൺഗ്രസിനകത്ത് ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് പരിപൂർണമായ അഭിപ്രായം അല്ലെങ്കിൽ പരിപൂർണമായ അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് കോൺഗ്രസ് പ്രസിഡന്റിൽ തന്നെയാണ്. അങ്ങനെയെങ്കിൽ കോൺഗ്രസ് പ്രസിഡന്റായ മല്ലികാർജുൻ ഖാർഗെ കെ സുധാകരന്റെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുത്തു എന്നുള്ള ആ ലിസ്റ്റ് എന്റെ കയ്യിലോ നിങ്ങൾ മാധ്യമങ്ങളുടെ കയ്യിലോ ഇല്ല. പിന്നെ എങ്ങനെയാണ് കെ സുധാകരൻ കണ്ണൂരിൽ UDFന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുവാൻ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജുൻ ഖാർഗെ അനുമതി കൊടുത്തു എന്നൊക്കെയുള്ള വാർത്ത എങ്ങനെയാണ് വിശ്വസിക്കുക? മാത്രമല്ല, ഈ കൂടിയാലോചനയ്ക്ക് ശേഷം എടുത്ത തീരുമാനം ലോക്ക് ചെയ്തിട്ടാണ് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ കേരളത്തിലേക്കൊക്കെ മടങ്ങിയത്. വീണ്ടും അത്തരത്തിലൊരു തീരുമാനം പുനഃപരിശോധിക്കണമെന്നുണ്ടെങ്കിൽ അത്തരം നേതാക്കളുടെ എല്ലാം കൺസെന്റ് ആവശ്യമാണ്. അവരാരും സ്ഥലത്തില്ല. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഈ കേട്ടതെല്ലാം അഭ്യൂഹങ്ങൾ മാത്രമാണ്. കെ സുധാകരന് മത്സരിക്കാൻ മല്ലികാർജുൻ ഖാർഗെ സീറ്റ് കൊടുത്തു എന്നുള്ള
മാധ്യമ വാർത്തകൾ വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ഇത് അഭ്യൂഹം തന്നെയാണ് എന്നാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചത്. കാര്യകാരണ സഹിതമാണ് അദ്ദേഹം ഇത്തരം കാര്യങ്ങൾ പ്രസ്താവിച്ചത്. കൂടെ മറ്റൊരു കാര്യം കൂടി അദ്ദേഹം പറയുകയുണ്ടായി, ഇനി അവസാന നിമിഷം പ്രസിഡന്റ് ഏതെങ്കിലും തരത്തിൽ തീരുമാനം എടുത്തിട്ടുണ്ടോ, അദ്ദേഹത്തിനാണ് അന്തിമ തീരുമാനം എടുക്കാനുള്ള റൈറ്റ് ഉള്ളത്, അധികാരം അദ്ദേഹത്തിന് തന്നെയാണ്. അങ്ങനെയെങ്കിൽ അദ്ദേഹം എന്ത് തീരുമാനം എടുത്തു, അദ്ദേഹത്തിന്റെ മനസ്സിൽ എന്താണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ, പെൻട്രേറ്റ് ചെയ്ത് അത് പ്രവചിക്കാനുള്ള പ്രവചനശേഷിയൊന്നും എനിക്ക് ഇല്ല എന്നുകൂടിയാണ് രാജ്മോഹൻ ഉണ്ണിത്താൻ തുറന്നടിച്ചത്. എന്തായാലും കേരളത്തിൽ കെ സുധാകരന്റെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് പാർട്ടിക്കകത്ത് തന്നെ വലിയ ഭിന്നത രൂപപ്പെടുന്നു. അത് ഹൈക്കമാൻഡിനെയും സമ്മർദ്ദത്തിലാഴ്ത്തുന്നു. 2 ദിവസമാണ് കോൺഗ്രസിനെയും പ്രവർത്തകരെയും മുഴുവനും നിർത്തിക്കൊണ്ട് സ്ഥാനാർത്ഥി ചർച്ച നീണ്ടുപോയത്. അവസാനം ഇന്ന് വെളുപ്പിന് 2:30 തീരുമാനമായി. വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവും KPCC പ്രസിഡന്റ് സണ്ണി ജോസഫുമെല്ലാം നാട്ടിലേക്ക് മടങ്ങിയതിനു ശേഷം വീണ്ടും ഇന്ന് രാവിലെ ഒരു 10 മണിക്ക് ശേഷം 10 മണിക്കും 11 മണിക്കും ഇടയ്ക്കിൽ കെ സുധാകരന് മത്സരിക്കുവാൻ വേണ്ടി കേന്ദ്ര നേതൃത്വം അനുമതി കൊടുത്തു എന്നുള്ള വാർത്ത പുറത്തു വരുമ്പോൾ അത് എങ്ങനെയാണ് വിശ്വാസയോഗ്യമായ വാർത്തയായി കണക്കിലെടുക്കുക? അതുകൊണ്ട് തന്നെയാണ് അത് അഭ്യൂഹങ്ങളാണ് എന്നുള്ളത് താൻ പറഞ്ഞത് എന്നുകൂടി രാജ്മോഹൻ ഉണ്ണിത്താൻ തീർത്തു പറയുന്നു. എന്താണ് ഇക്കാര്യത്തിൽ ഇനിയും സത്യാവസ്ഥ എന്താണ്, സത്യമായ കാര്യങ്ങൾ എന്താണ് എന്നുള്ളത് ഇനി കേന്ദ്ര നേതൃത്വത്തിന്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നാൽ മാത്രമേ അറിയാൻ സാധിക്കൂ. AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഒപ്പുവെച്ച് പുറത്തു വരുന്ന ആ സ്ഥാനാർത്ഥി പട്ടിക, അതായത് കോൺഗ്രസിന്റെ കേന്ദ്ര ഇലക്ഷൻ കമ്മിറ്റി അവർ അംഗീകരിച്ച ആ പട്ടിക, KPCCയുടെ പ്രസിഡന്റ് സണ്ണി ജോസഫ് ഉൾപ്പെടെയുള്ള ആളുകൾ അംഗീകരിച്ച, പ്രതിപക്ഷ നേതാവ് അംഗീകരിച്ച, AICC ജനറൽ സെക്രട്ടറി ഒപ്പിട്ട ആ പട്ടിക ഇന്ന് പുറത്തു വരുമ്പോൾ മാത്രമേയാണ് കേരളത്തിൽ ആരൊക്കെയാണ് മത്സരിക്കുക എന്നുള്ള വിവരം നമുക്ക് മനസ്സിലാക്കുക. അതിനുവേണ്ടി നമുക്ക് കാത്തിരിക്കാം, കണ്ടറിയാം. അപ്പോൾ സ്വാഭാവികമായി CEC ഫൈനലൈസ് ചെയ്ത ഒരു ലിസ്റ്റിൽ ഇനി മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രോസസ്സുകൾ വേണ്ടിവരും. അപ്പോൾ സ്വാഭാവികമായി കേരളത്തിലെ നേതാക്കന്മാർ ഇവിടെ തിരിച്ചു വരികയോ അല്ലെങ്കിൽ അവരുടെ കൺസെന്റ് മേടിക്കുകയോ ഒക്കെ ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനുള്ള സാധ്യത വളരെ കാലത്തെ പാരമ്പര്യമുള്ള ഒരാളെന്ന നിലയ്ക്ക് അതിനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. ഇനിയിപ്പോൾ രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കലയായതുകൊണ്ട് എന്തും എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. പക്ഷേ എന്തെങ്കിലും സംഭവിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ഓരോ ചാനലുകൾ ഓരോ വാർത്തകൾ കൊടുക്കുന്നുണ്ട്. ആ വാർത്തകളൊക്കെ വെറും അഭ്യൂഹം മാത്രമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഈ അഭ്യൂഹം എന്ന് പറയുന്നത് കെ സുധാകരന്റെ സ്ഥാനാർത്ഥിത്വമാണ്. അല്ല, ഞാൻ പറഞ്ഞത് CEC പാസ്സാക്കിയ ലിസ്റ്റ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ലല്ലോ, നിങ്ങൾക്കും അതിനെക്കുറിച്ച് ഒരു വിവരവുമില്ല. അപ്പോൾ സ്വാഭാവികമായി CEC ഒരു ലിസ്റ്റ് പാസ്സാക്കി ആ യോഗത്തിൽ പങ്കെടുത്ത ആളുകൾ കേരളത്തിലേക്ക് മടങ്ങിപ്പോയതിനു ശേഷം ആ ലിസ്റ്റ് റിവോക്ക് ചെയ്യണമെങ്കിലോ റീഓപ്പൺ ചെയ്യണമെങ്കിലോ അവരുടെയും കൂടെ ഒരു പെർമിഷൻ വേണ്ടി വരില്ലേ? അപ്പോൾ അതൊരു സ്വാഭാവികമായ പ്രക്രിയയുടെ ഭാഗമാണ്. അതുകൊണ്ട് ഞാൻ അതിനുള്ള സാധ്യതകൾ കാണുന്നില്ല. ഇനി എന്തെങ്കിലും സാധ്യത നിങ്ങൾ കാണുന്നെങ്കിൽ ഞാൻ അതിനെ എതിർക്കുന്നുമില്ല. ഒറ്റക്കാര്യം ഇന്നും കെ സുധാകരനുമായി അടുത്ത വൃത്തങ്ങൾ പറഞ്ഞത് വാർത്താ സമ്മേളനം നടത്തും, പാർട്ടി വിടും, ഒരുപക്ഷെ ഒരു സ്വതന്ത്ര പാർട്ടി രൂപീകരിക്കും, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും അദ്ദേഹവുമായി അടുപ്പമുള്ള വൃത്തങ്ങൾ പറഞ്ഞിരുന്നു മാധ്യമങ്ങളോട്. ഇത് നുണയല്ല, ഇത് ഞങ്ങൾ ഉണ്ടാക്കിയ വാർത്തയല്ലേ? അല്ലല്ല, ഞാൻ പറഞ്ഞല്ലോ ഇതിനകത്തൊക്കെ അന്തിമമായ തീരുമാനമെടുക്കേണ്ടത് കോൺഗ്രസ് ഹൈക്കമാൻഡാണ്. കോൺഗ്രസിന്റെ പരമോന്നതനായ നേതാവെന്ന് പറയുന്ന കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ മുമ്പിലിരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് എന്തെങ്കിലും ആധികാരിക പറയാൻ ഞാൻ ആളല്ല. അതുകൊണ്ട് കോൺഗ്രസ് പ്രസിഡന്റിന് എന്ത് തീരുമാനം എടുക്കാനുള്ള അധികാരം അദ്ദേഹത്തിൽ നിക്ഷിപ്തമാണ്. ആ അധികാരം അദ്ദേഹം എങ്ങനെ വിനിയോഗിക്കുമെന്ന് അദ്ദേഹത്തിന്റെ മനസ്സ് പെനട്രേറ്റ് ചെയ്ത് കണ്ടുപിടിക്കുന്ന വിദ്യയൊന്നും എൻ്റെ കയ്യിലില്ല.